സ്ത്രീകൾക്ക് പുരുഷന്മാർ അവരുടെ ഉദ്ധരിച്ച ലിംഗത്തിൻ്റെ പടം അയച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ വന്ന ഒരു ചോദ്യമാണിത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ സെൻഡിങ് ഡിക് പിക്സ്, അതായത് പുരുഷന്മാരുടെ ഉദ്ധരിച്ച ലിംഗം സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിയെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റിയുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അതുണ്ടാകുന്നത് പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി തന്നെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പുരുഷൻ അവൻ്റെ ഉദ്ധരിച്ച ലിംഗം ഒരു സ്ത്രീയുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ അയച്ചു കൊടുക്കുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ സൈബർ ഫ്ലാഷിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഈ വഴിയിലും ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഒക്കെ മുമ്പിൽ ചെന്നിട്ട് മുണ്ടുപൊക്കി കാണിക്കുന്നതിൻ്റെ ഒരു ഓൺലൈൻ വേർഷനാണ് ഇത്. അമേരിക്കയിലെ ഓൺലൈൻ ഡേറ്റിംഗ് വെബ്സൈറ്റായ Match.com നടത്തിയ ഒരു സർവേ പ്രകാരം ഏകദേശം 53% സ്ത്രീകൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ പുരുഷന്മാർ അവരുടെ ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗത്തിൻ്റെ പടം അയച്ചു കൊടുക്കാറുണ്ട് എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഏകദേശം 47% പുരുഷന്മാരും അവരുടെ ഉദ്ധരിച്ച ലിംഗത്തിൻ്റെ പടം സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ അങ്ങനെ ഒരു സർവേ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കണക്കുകൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണങ്ങളും സൈബർ സ്റ്റോക്കിങ്ങും സെക്ഷൽ ഹരാസ്മെന്റും ഒക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഒരു വലിയ ശതമാനം സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതുവാൻ. പ്രത്യേകിച്ചും ഇന്ന് ഈ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഒക്കെ വളരെയധികം വ്യാപകമായി മാറിയ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ചില പുരുഷന്മാർ ഈ സ്ത്രീകൾ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ഉദ്ധരിച്ചു നിൽക്കുന്ന ലിംഗത്തിൻ്റെ പടം അയച്ചു കൊടുക്കുന്നത്? ഈ ഒരു ചിന്താഗതി പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെൻറ്റിൽ നിന്നാണ്. അതായത് ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ സർവ്വ അധികാരവുമുള്ള വസ്തുവാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും. നമ്മുടെ നാട്ടിൽ ഈ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ പറയുന്ന ഒരു പേരുണ്ട്, ചരക്ക്, അതായത് വസ്തു. അതുകൊണ്ട് തന്നെ അവിടെ കൺസെൻറ്റിൻ്റെയും അനുവാദത്തിൻ്റെയോ സമ്മതത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നാണ് ധാരണ. ഈ ഉദ്ധരിച്ച ലിംഗത്തിൻ്റെ ചിത്രം അയച്ചു കൊടുക്കുന്ന പല പുരുഷന്മാരുടെയും ഒരു ധാരണ ഈ ചിത്രം ലഭിക്കുന്ന സ്ത്രീകൾക്ക് വളരെയധികം വികാരമുണ്ടാകുമെന്നും ഉടൻ തന്നെ അവരുടെയും സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രം അവർ തിരിച്ചയച്ചു കൊടുക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. ഇത് സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത് പല പുരുഷന്മാർക്കും സ്ത്രീകളുടെ ലൈംഗികതയെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല എന്നതുകൊണ്ടാണ്. ഒരു പുരുഷൻ്റെ ഉദ്ധരിച്ച ലിംഗം കാണുമ്പോൾ വികാരം ഉണരുന്ന, ലൈംഗിക താല്പര്യം ഉണരുന്ന സ്ത്രീകളുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഈ സ്ത്രീകളുടെ ലൈംഗികതയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും സ്റ്റീരിയോ ടൈപ്പുകളാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്ക പുരുഷന്മാരെ പോലെ ഇന്ന് ഒരു വിഭാഗം സ്ത്രീകൾക്കും നഗ്നചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ അവർക്ക് ലൈംഗിക താല്പര്യം ഉണരും എന്ന് നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പോൺ പ്രേക്ഷകർ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. ഞാനീ പറഞ്ഞു വരുന്നത് പുരുഷന്മാർക്ക് തങ്ങളുടെ ലിംഗത്തിൻ്റെ ചിത്രം സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കാൻ ഒരു ലൈസൻസ് കിട്ടി എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. കൺസെൻറ്റ് അല്ലെങ്കിൽ അനുവാദമില്ലാത്ത ഏതൊരു ലൈംഗിക പ്രവൃത്തിയും പീഡനം തന്നെയാണ്. ഇനി കൺസെൻറ്റ് ഉണ്ടെങ്കിലും പ്രായപൂർത്തിയാകാത്ത, അതായത് 18 വയസ്സ് തികയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതും ശിക്ഷാർഹമാണ്. ബഹുഭൂരിഭാഗം സ്ത്രീകളും ഇപ്പോഴും ഒരു പുരുഷനിൽ ആകൃഷ്ടരാകുന്നത് അവരുടെ ലിംഗത്തിൻ്റെ വലിപ്പം നോക്കിയൊന്നുമല്ല, മറിച്ച് അവരുടെ വ്യക്തിത്വവും സത്യസന്ധതയും സംസാരിക്കാനുള്ള ഒരു കഴിവും നോക്കിയാണ്. ഈ ലിംഗത്തിൻ്റെ ചിത്രം സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കുന്ന പല പുരുഷന്മാർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം ഉണർത്തുന്നത് അവരുടെ ശരീരത്തിന് അവരിഷ്ടപ്പെടുന്ന പുരുഷന്മാരിൽ ഒരു ലൈംഗിക താല്പര്യം ഉണർത്താനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. അതുപോലെ തന്നെ ആ ഒരു പുരുഷൻ തങ്ങളുടെയും രതിസുഖത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ തയ്യാറാകും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും കൂടെയാണ്. അതിൻ്റെ ഒരു കാരണം ബഹുഭൂരിഭാഗം സ്ത്രീകൾക്കും ഒരു പെനിട്രേറ്റീവ് സെക്സിലൂടെ മാത്രം, അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ മാത്രം രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയില്ല. അതിന് അവർക്ക് ഫോർ പ്ലേയും കൂടെ ആവശ്യമാണ്. എന്താണ് ഫോർ പ്ലേ എന്നതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ ലിംഗത്തിൻ്റെ പടം അയച്ചു കൊടുക്കുന്ന പുരുഷൻ ആ സ്ത്രീക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം ലൈംഗിക സുഖത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുള്ള വസ്തുതയാണ്. സ്വന്തം ലൈംഗിക സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം സെക്സിൽ ഏർപ്പെടാൻ താല്പര്യം കാണിക്കുന്ന ഏതൊരു പുരുഷനെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടമാവുക?